ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു തോട്ട് എക്സ്പെരിമെന്റ് സിമുലേറ്റർ. നമ്മളിന്ന് നമ്മുടെ മെന്റൽ കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാണ് ട്ടോ നമ്മുടെ ഫസ്റ്റ് ലെവല്. ഈ ഒരു സിനാരിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഇതാണ് കേട്ടോ നമുക്ക് ഈ സ്വിച്ച് വെച്ചിട്ട് ഇവിടെ ഞെക്കിയോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രോളി ട്രാക്ക് മാറ്റി വിടാം. എന്നിട്ട് വേണം ഒരാൾ തട്ടിപ്പോവും, ഇതിലെ വരുവാണെങ്കിൽ 5 പേര് തട്ടിപ്പോവും. സോ നമുക്ക് തൽക്കാലം ഒരാളുള്ള കണക്കിലങ്ങ് പോവാല്ലേ, കുഴപ്പമില്ല അല്ലേ, അങ്ങനെ അങ്ങ് പോട്ടെ. ട്രെയിൻ വന്നിട്ടുണ്ട്. എടാ ചത്തടാ, എനിക്ക് കേട്ട സ്റ്റാർ കൊന്നതിന് സ്റ്റാർ കിട്ടിട്ടോ. ഇതൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റാർ കിട്ടുന്ന പരിപാടികള്. ഇപ്പൊ നമ്മളിവിടെ ഫ്രീ വില്ലേ, നമ്മളായിട്ട് തീരുമാനം എടുത്തില്ലേ, ആൻഡ് ദാറ്റ്സ് ഫ്രീ വിൽ. പിന്നെ കൺട്രോൾ ബൈ ഡൂയിങ് നത്തിങ്. ഓക്കെ, നമ്മൾ കണ്ണടച്ചിരുന്നായി, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും അറിഞ്ഞില്ലേ ഡാം നാടായണെന്ന്. ദിസ് വൺ ഈസ് സക്കിൻ ആൻഡ് ദിസ് ഈസ് ഡ്രിഫ്റ്റിംഗ്. അത് 3 കൂടെയാണ് നമുക്ക് ഒപ്പിക്കാനുള്ളത്. ഈ ട്രാക്കിൽ കങ്കാരു ഇവിടെ കൊവാല. ഇവിടെ 3 സെക്കൻഡുകൾ തീർന്നു. ഓക്കെ, ഇത് 4 പേര് പോകും. ഒരെണ്ണം ആദ്യം ചത്തുപോയ ആളാണ് ഇതേരിക്കണേ. ഇത് നമ്മളെ മാനസികമായിട്ട് തളർത്താൻ നോക്കുവാണ് കേട്ടാ. എന്താണിടാ ഇതേ കോവാലേ വന്നിട്ടാ. പൈനാപ്പിള് പീസയിലെ പൈനാപ്പിൾ ആണെന്ന് നമുക്കറിയില്ല. അന്ന് പോട്ടെ, ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റും. ഓടെ ഡ്രിഫ്റ്റ് അടിച്ചടാ. പകുതി അങ്ങോട്ട് കയറിയപ്പോൾ ചെക്കിയാൽ മതി. ഓക്കെ, വി ഗാട്ട് ഡ്രിഫ്റ്റിംഗ്. നമുക്ക് മൊത്തം 9 ലെവൽ ഉണ്ട് കേട്ടോ. ഇത് എത്ര പേരടാ, നമ്മളൊന്നും അറിഞ്ഞില്ല കേട്ടാ. നമുക്ക് ഫ്രീ ഇതില്ല, കണ്ണടച്ചേക്കാം. എന്താ സംഭവിച്ചിട്ടുണ്ട്? എടാ കേക്ക് തീർന്നു. നമുക്ക് ഇത്ര പേരെ കൊല്ലാൻ പറ്റുമോ നോക്കി. ഇതൊരു പീസയുടെ ആൾ ഇറ്റലിയാണല്ലോ പീസ സ്ഥലം. ഓക്കെ, കൺട്രോൾ ബൈ ഡൂയിങ് നത്തിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ ബോയ്സ്. ഇനി നമുക്കൊരു സക്കിനും കൂടെ കിട്ടണം. ടെലിപ്പോർട്ട് മെഷീൻ ആൻഡ് ടൈം മെഷീൻ. ഓക്കെ, എനിക്കാ ടെലിപ്പോർട്ട് മെഷീൻ മതി. ഇത് കേക്ക്, അത് കല്യാണ കേക്കായിരുന്നടാ. ഇത് പാവക്കരഞ്ഞോട്ടേക്കണ്. ഓക്കെ, ടൈം മെഷീൻ പോട്ടെ, ടെലിപ്പോർട്ട് മെഷീൻ മതി. അതാണ് ഇച്ചൂടെ ആവശ്യം. കറക്റ്റല്ലേ? ട്രോളി ഇല്ലാന്ന്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കണ എന്താ? ടോയ്ലറ്റ് പ്ലഞ്ചർ. നമ്മുടെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണൂലേ, കക്കോസിലിട്ട് ആ പൊക്കണ സുനാപ്പിളി, ആ സാധനം തന്നെ. ഓക്കെ, അയ്യോ നാരായണത്ത് പ്രാന്തനല്ല, നാരായണത്ത് പ്രാന്തൻ തള്ളിക്കൊണ്ടുപോയി. അതേടാ ഏലിയൻസ്. സോ വി ഷുഡ് കിൽ ദ ഏലിയൻസ്, റൈറ്റ്? നമുക്ക് ഡൈനോസറിനെ രക്ഷിക്കാം. ബിഗ് മർട്ടൻസ്. ഓക്കെ, ഉണ്ണിക്കോരനും ഉണ്ട്, ഡ്രാഗനും ഉണ്ട്. ഉണ്ണിക്കോരൻ പോയിട്ടിടാ, ഡ്രാഗൻ പോട്ടെ. എടാ ഏലിയൻ വന്നടാ. ഏലിയൻ വന്ന് നമ്മളെ സക്ക് ചെയ്തടാ. സക്ക് ചെയ്ത് വലിച്ചോണ്ട് പോയെന്നുള്ള സക്കട്ടാ. യു ഹാവ് ബീൻ സക്ഡ് ബൈ ആൻ ഏലിയൻ. ക്വൈറ്റ് ലിറ്ററലി. ഇവിടെ ഡ്രിഫ്റ്റ് അടിക്കാം. എന്താണ് ഒന്നും അറിയില്ല. ഓക്കെ വി ഡ്രിഫ്റ്റഡ് അഗൈൻ. നമ്മൾ പ്രോ ഡ്രിഫ്റ്ററായി. ഓക്കെ, അഗൈൻ വിത്ത് ഡ്രിഫ്റ്റിംഗ്. ദിസ് ഈസ് ഇൻ ദ റേസ് ട്രാക്ക്. ഓക്കെ, ലാസ്റ്റ് ലെവൽ കേട്ടോ. അതെന്താന്ന് നോക്കട്ടെ. ഇത് ഗെയിമിനല്ലാണ്ട് നമുക്ക് ഇതുണ്ട്, വരുമ്പോഴേ ടൈമർ കൗണ്ട് ചെയ്ത് തുടങ്ങും. അപ്പം നമുക്കത് എന്തെങ്കിലും അസസ് ചെയ്യാനുള്ള സമയമില്ല. കാരണം നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയേക്കണേ. നമുക്കൊന്ന് കാണേണ്ട സാധനം തന്നെയാണ്. ഈ പുള്ളിക്കാരി മനുഷ്യനേൽ തവളയാക്കും, ഈ പുള്ളിക്കാരി ആണെങ്കിൽ തവളനെ മനുഷ്യനാക്കും. സോ നമ്മൾ എന്ത് ചെയ്യും വെച്ചാനേ, ഇത് വിട്ട ഒരു മനുഷ്യൻ്റെ എണ്ണം കുറയും. പിന്നെ ഇത് ചത്തു കഴിഞ്ഞാൽ വിച്ചും ചാവും, മനുഷ്യനും ചാവും, 2 പേര് ചാവും. ഓക്കെ, ഈ പുള്ളിക്കാരി ചത്തു കഴിഞ്ഞാൽ ഒരു തവള ഒരു മനുഷ്യനും ചാവും. പക്ഷെ തവളേനെ മനുഷ്യനാക്കണ കാണാൻ രസമായിരിക്കുമല്ലോ. സോ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, സോ യു ഗോ ദിസ് വേ. ചുച്ചു. അയ്യോ തിരിച്ചല്ലായിരുന്നോ ചെയ്യണ്ടേ? ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ, ബ്രെയിൻ ഇൻ എ വാറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ. നമുക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ് ആദ്യം നോക്കാം. ഓക്കെ, വി ഗാറ്റ് എസ്കേപ്ഡ് ബ്രെയിൻ, അതൊന്ന്. ഫൗണ്ട് ദ ബ്രെയിൻ, ഇറ്റാലിയൻ അറ്റാക്ക്. എന്താണ് സിബ് തുറന്നിടണോ? എന്ത് അറ്റാക്കാണ്? സിബ് തുറന്നിട്ട് അറ്റാക്ക് ചെയ്യണേ. വാൾഫൈറ്റ് ആണ്. ഇത് ബ്രെയിന്, നമുക്ക് ബ്രെയിൻ കണ്ടുപിടിക്കണത്. അതുകൊണ്ട് ബ്രെയിനിനെ കുറിച്ചാണ് ചിന്തിക്കണേ. അപ്പൊ നമുക്ക് ബ്രെയിൻ എടുക്കാതെ. നമ്മുടെ അടുത്ത സ്മോൾ സ്ക്രീനിൽ നമുക്കെല്ലാം കണ്ടിട്ട് അതിനകത്ത് പിന്നെ നമ്മുടെ ആരോ ഇതെന്താ ട്രിപ്പ് ആവണം. ഓക്കെ, അൺലോക്ക്. ഇപ്പൊ കാർഡ് വന്നല്ലോ. ഓക്കെ ആടാ, ഇത് 2 സെയിം അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ സെയിം സാധനം കണ്ടുപിടിക്കണം അല്ലേ? അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഫോർ കിൻഡർ ഗാർഡൻ. കുഞ്ഞു പിള്ളേർക്കുള്ള ഗെയിം എന്നാട്ടോ വെച്ചാൽ പറഞ്ഞ്. ഓക്കെ, ഇത് ഇവിടെ കണ്ടു. ഇനിയിപ്പോൾ 1 2 3 4 ഉള്ളൂ കേട്ടോ. ഇത് വർക്കായില്ലേ മൊത്തം മണി. ഓക്കെടാ, കറക്റ്റ്. ഓക്കെ, ഇനി ഇത് then goes this. We found something. Escaped brain escape ആയിട്ടോ. Now we have found the brain Italian attack. ഓക്കെ, നമുക്ക് ഈ ആരോയിലോട്ട് പോകാം. മിക്സ് ആക്കിയാൽ ബ്രെയിൻ കിട്ടുമെന്ന്. നമുക്ക് ബ്രെയിനാണ് കണ്ടുപിടിക്കണ്ടേ. സോ നമ്മൾ മിക്സ് ആക്കി തുടങ്ങുന്നു. 3 എണ്ണം ഉള്ളതുകൊണ്ട് ഓർഡർ ചെയ്ത് തുടങ്ങാം. ആദ്യം നീല, നീലയുടെ കൂടെ മഞ്ഞ, ഓക്കെ പച്ച. അവനത് കുടിച്ച് നമ്മൾ ഇരട്ടിച്ച് സ്ക്രീൻ മൊത്തം നിറഞ്ഞത്. സ്ക്രീൻ ഫുൾ ഓഫ് യൂസ്. ഇനിയിപ്പോൾ നീല ആൻഡ് റെഡ് പിങ്ക് ആയിരിക്കും. നമുക്ക് നീല കിട്ടിയിട്ടാ.
ഇനിയിപ്പോൾ അത് കൊടുക്കുന്നു. മാഞ്ഞു വേടാ, ഇത് രണ്ടും കൊടുത്തു, ഇത് രണ്ടും കൊടുത്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? ഇനിയിപ്പോൾ സെയിം സാധനം ഒഴിച്ച് നോക്കാം അല്ലേ? ഓക്കെ ഓക്കെ, ഒരെണ്ണം തന്നെ ഒഴിക്കാം. സോ അത് കൊടുക്കണു. കുടിക്കടാ, നീല മനുഷ്യനായി. ബ്രെയിൻ കിട്ടി, ബ്രെയിൻ കിട്ടി. വി ഫൗണ്ട് ദ ബ്രെയിൻ ബോയ്സ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി നോക്കാം, എന്താ സംഭവിക്കണമെന്ന് നോക്കണ്ടേ. ഓക്കെ, രണ്ട് മഞ്ഞ ചേർന്ന് കഴിഞ്ഞാൽ പൂച്ചയടാ, ഇറ്റാൻഡിൻ്റെ ക്യാറ്റ്. ഓക്കെ, സോ വി ആർ ട്രൈയിങ് ദിസ് അഗൈൻ. 2 റോസ്, 1 റോസ്, അടുത്ത റോസ്, 2 റോസ് ചേർന്നാൽ കുടിച്ച് എടാ ഒച്ചയടാ. വി ബിക്കം എ ജയന്റ് സ്നെയിൽ മേ. ഓക്കെ ഓക്കെ, വാട്ട് ഈസ് ദിസ്? തേപ്പൂട്ടിയാന്ന് തോന്നുന്നു. ദാറ്റ് വാസ് എ ഇറ്റാലിയൻ അറ്റാക്ക്. സോ യെസ്, ഇതാണ് പ്രിസണേഴ്സ് ഡിലേമ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ. ഇതാണ് നമ്മൾ, ഇത് നമ്മുടെ ജയിലിലെ കൂട്ടുപ്രതി, ഇത് നമ്മുടെ സെൽമേറ്റ്. ഇപ്പം നമ്മൾ കുറ്റം സമ്മതിച്ചു, അവനും കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും 5 വർഷം കിട്ടും, 5 വർഷം തടവ് ശിക്ഷ കിട്ടും. അപ്പം അതുപോലെ നമ്മളിപ്പം കുറ്റം സമ്മതിച്ചു, അവൻ അന്നേരം മിണ്ടാണ്ടിരുന്നു. അവൻ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. ഇവന് 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. സോ ദ സെയിം സിനാറിയോ കണ്ടിന്യൂസ്. ഇതിപ്പോൾ നമ്മൾ മിണ്ടിയേ ഇല്ല, നമ്മൾ മിണ്ടാണ്ടിരുന്നു, അവൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും ഇതിൻ്റെ. നമുക്ക് 10 വർഷം ജയിൽ ശിക്ഷയും കിട്ടും, ഇവൻ ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യും. പിന്നെ 2 പേർക്കും ജയിക്കാൻ്റെ അവസരം ഉണ്ട് കേട്ടോ. 2 പേരും മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ 2 പേരും ഫ്രീ ആയിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽമേറ്റിനെ വിശ്വാസം ഉണ്ടോ എന്നാണ്. നമുക്ക് സേഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 2 പേരും, അവനും കൺഫ്യൂസ് ചെയ്യടാ, ലൂസ് 2 പേരും ജയിലിലായി, 2 പേർക്കും 5 വർഷം. നമ്മളും പെട്ട് അവരും പെട്ടു. ഇനിയിപ്പം നമുക്ക് 3 ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. 2 പേരും വിൻ, പിന്നെ നമ്മൾ ജയിക്കുന്നു, നമ്മൾ തോക്കുന്നു. ഓക്കെ, ഇതാണല്ലോ നമ്മൾ സേഫാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് സേഫ് പരിപാടി. ഇപ്പോൾ 2 പേരും അകത്തായില്ലേ, ആർക്കും നഷ്ടമില്ല. നമ്മുടെ പ്രിസണേഴ്സ് ഡിലേമയുടെ സെയിം ടൈപ്പ് വേറൊന്നാണ് കേട്ടോ. ഇതിനകത്ത് ഇത് നമ്മുടെ ഒപ്പോണൻ്റ് കൺട്രി, 2 കൺട്രീസാണ്. ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് എനിക്ക് തോന്നണത് കരടി പിന്നെ ഈ വണ്ടി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ റഷ്യനാണ്. ഈ തൊപ്പിയും നക്ഷത്രവും കണ്ടിട്ട് ഇത് അങ്കിൾസാം അമേരിക്കനാണ്. മിസൈൽ ബിൽഡ് ചെയ്യണതാണ് ഈ കാണിച്ചേക്കണേ. ഇത് നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ മിസൈൽ ബിൽഡ് ചെയ്യുന്നു വെച്ചു, ഓപ്പോസിറ്റ് കൺട്രി മിസൈൽ ബിൽഡ് ചെയ്തു, പീസ് സമാധാനം ലഭിച്ചു. പക്ഷെ ഒത്തിരി പൈസ ചിലവാകും. ഇപ്പം നമ്മൾ മിസൈൽ ബിൽഡ് ചെയ്തു, അവർ മിസൈൽ ബിൽഡ് ചെയ്തില്ല, നമ്മൾ അവരെ ബോംബിട്ടങ്ങ് നശിപ്പിക്കും. സോ ദ സെയിം തിങ്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ല, അവരുണ്ടാക്കി നമ്മൾ എത്തും. പിന്നെ വേറെ റേറ്റ് ഉണ്ട്, 2 പേരും ഉണ്ടാക്കിയില്ല എന്ന് വെച്ചോ, അവരും ഉണ്ടാക്കിയില്ല, നമ്മളും ഉണ്ടാക്കിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വേൾഡ് പീസ്, ലോക സമാധാനം നമുക്ക് ലഭിക്കും. നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ ചാകണേനേക്കാളും നല്ലത് നമ്മൾ സേഫ് പരിപാടി നോക്കണമല്ലേ. ഓക്കെ, സോ വി ആർ ഡൂയിങ് ദ സെയിം തിങ്. നമ്മൾ സേഫ് ആക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ബിൽഡ് ചെയ്തോടാ, അവർ ബിൽഡ് ചെയ്തില്ല. വി ആർ ബോംബിങ് അമേരിക്ക. അതേ ലിറ്ററലി വി ആർ ബോംബിങ് അമേരിക്ക. ദേ വൈറ്റ് ഹൗസ്. ഓക്കെ, ജയിച്ച് നമ്മൾ ന്യൂക്ലിയർ വാർ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. സോ ദ സെയിം തിങ്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് കേട്ടോ. സ്റ്റോക്കിലെ ഷെയർ നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്നു, ഇത് സെല്ല് ചെയ്യുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നു, അവർ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നു, നമ്മൾ 1 പ്രോഫിറ്റിലോട്ട് എത്തണം, ഡബിൾ ദ പ്രോഫിറ്റ്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്തു, അവർ സെല്ല് ചെയ്തെന്ന് വെച്ചു, അപ്പോൾ അറിയാമല്ലോ നമ്മൾ കുഞ്ചിപ്പോയി, പ്രൈസ് നേരെ താഴോട്ട് പോയി, നമ്മളും താഴോട്ട് പോയി, നമ്മുടെ മൊത്തം പൈസ നഷ്ടമായി, ഡബിൾ ലോസ് ആയിപ്പോയി. അടുത്തൊരു സെനാറിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യണു, അവർ ഹോൾഡ് ചെയ്യണു. ഓക്കെ, നമ്മളിവിടെ കിടക്കണു, ബാക്കി പ്രൈസ് ഹൈ ആയിട്ട് പോണു. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യണു, ബാക്കി എല്ലാവരും സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഫുള്ള് പ്രൈസ് ഡൗൺ ആയി പോണു, നമ്മൾ അവിടെ തന്നെ നിൽക്കണു, ചെറിയ ലോസേ ഉള്ളൂ. നമ്മൾ ഇത്ര നേരം സേഫായിട്ട് കളിച്ചില്ലേ, നമുക്കിനിയിപ്പം എന്താ വേണ്ടതെന്ന് നോക്കാം. നമുക്ക് വിൻ കിട്ടണം, നമ്മളും ജയിക്കണം, അവരും ജയിക്കണം. അതുപോലെ നമ്മൾ മാത്രം തോക്കണം. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസ്ക് ചെയ്യേണ്ടി വരും. നമ്മൾ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ സെല്ല് ചെയ്ത് അവരും സെല്ല് ചെയ്തു. ഓക്കെ, ഇതേ പോടും, നമ്മുടെ സ്റ്റോക്ക് പോടും. നമ്മളിവിടെ വെച്ച് സെല്ല് ചെയ്തു, വിൻ. നമുക്ക് ആ സ്റ്റാർ നേരത്തെ കിട്ടിയതാണ്. ലോസ് കിട്ടാൻ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ തീർന്നില്ലേ, അവൻ എന്താണെങ്കിലും കൺഫ്യൂസ് ചെയ്തു. എടാ അന്നേരം അവനും മിണ്ടാണ്ടിരുന്നടാ, വിൻ നമ്മൾ രക്ഷപ്പെട്ടു, അതല്ലേ വേണ്ട നമുക്ക്. We are free. Doing nothing at all really is the best strategy. നമ്മൾ തോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വട്ടം കറങ്ങി വന്നതാണ് കേട്ടോ. ഇതുവരെ ലോസ് കിട്ടിയില്ല, എല്ലാം ബാക്കി പോകുന്നുണ്ടാണ് കിട്ടണേ. നമ്മൾ തോക്കാനായിട്ട് ഇതല്ലേടാ വഴിയുള്ളൂ ഇതിനകത്ത്, നമുക്ക് ഇത് തന്നെ നോക്കാം. ഓക്കെ നമ്മൾ തോറ്റു. ഓക്കെ, what will it cost man? റോക്കറ്റ് വിട്ടിട്ടുണ്ടോ? ഓക്കെ, we died. ലോസ് ഓവർ ഡിപ്ലോമസി. ഓക്കെ, എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് കിട്ടി, നമുക്ക് ലോസ് കിട്ടി. നമ്മൾ എന്ത് വില കൊടുത്തും നമ്മളത് നേടിയെടുത്തിരിക്കും.
ബൂറിഡൻ സാസോ. സോ നമുക്ക് ഡോങ്കി ഉണ്ട് കേട്ടോ. ഇത് ഫുഡ്, ഇത് വാട്ടർ. എന്താണ് വേണ്ടത്? വാട്ടർ അല്ലേ ചൂടാ, അത്യാവശ്യം വാട്ടറിലോട്ട് രണ്ടും 10 മീറ്റർ ആണ്. ഓക്കെ, നീങ്ങണില്ലാട്ടാ. ഇതാണ്ട് ഇപ്പോൾ ഇങ്ങോട്ടുള്ള ദൂരം കുറഞ്ഞത്. എന്താടാ കഴിക്കാൻ അതെ അതെ. അപ്പോൾ നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് 7 അങ്ങോട്ട് 5 എന്നിട്ട് കളിപ്പിക്കണ നടക്കൂലാട്ടോ. അതെ പെട്ടെന്ന് കൂടെ ഇപ്പം ചത്തു പോകും. തീർന്നു, എല്ലാം തീർന്നു. എന്താണ് വരണേ? ആ ചത്തടാ. ഡെത്ത്, ഫണ്ടാസ്റ്റിക് ഡെത്ത്, വേരിയസ്ലി ഫണ്ടാസ്റ്റിക് ഡെത്ത്. അതൊക്കെ എന്താണ്? ചാവാൻ ഇത്ര സ്റ്റൈലായിട്ട് ചാവണാണോ പറയണേ? ഇനിയിപ്പോൾ 2 സ്റ്റാർ കൂടെ കിട്ടാനുണ്ട്. ഇതെന്തൊക്കെയാണ്? കളർഫുള്ള് യൂണിക്കോൺ ആക്കാനാണ്. എടാ യൂണിക്കോൺ. അതിൻ്റെ ഡോങ്കി, അത് ട്രെയിൻ. ഇത് നമ്മുടെ ആദ്യത്തെ ട്രോളി പ്രോബ്ലത്തെ ട്രെയിനല്ലേ അത് ഇടിച്ചിട്ട് പോയേ. ഫണ്ടാസ്റ്റിക് ഡെത്ത് കിട്ടിയില്ലേ? ഓക്കെ, ഫണ്ടാസ്റ്റിക് ഡെത്ത് കിട്ടി. അപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കൂടെ ഓർമ്മത്തിൽ വേരിയസ്ലി ഫണ്ടാസ്റ്റിക് കൂടെ പിടിക്കാം. അപ്പോൾ ഡോങ്കി ആണ്ടോ കുറച്ച് മുമ്പ് ഉണ്ണിക്കോരനായത്. അതെന്ത് കഥയാണ്? സോ ഇതെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല, ചാടണം. ഡോങ്കി തിരിച്ചെത്തിയിട്ടോ. സെയിം ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ? വീടാ. ആ മറ്റേത് അലാറം. വീടാ. ബോക്സിംഗ് ഗ്ലൗ പോപ്പ് ഔട്ട്. ഓക്കെ, ഡോങ്കി എത്തി. ഇനി നമുക്ക് ഇതും കൂടെ കൊടുക്കാണ്ട് തന്നെ. അവക്കാടോ എണീറ്റ്. എടാ സെൽഫി സ്റ്റിക്ക് ആയിരുന്നടാ. ഷോക്ക് അടിച്ചു. വേരിയസ്ലി ഫണ്ടാസ്റ്റിക് ഡെത്ത്. ഓക്കെ, അതും കിട്ടിയിട്ടാ. അതോടെ ആ ലെവലും തീർന്നു. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ലെവൽ. സിസിഫസ്. എന്ത് ഫസ് ആണ്? നമ്മുടെ നാരായണത്ത് ഭ്രാന്തനാന്ന് തോന്നുന്നു കേട്ടാ. പുള്ളി മറ്റേ കല്ലുരുട്ടി മണ്ട കയറ്റിയിട്ട് അവിടെ നിന്ന് ഉരുട്ടിത്തായിട്ട് കളിക്കുകയല്ലേ. ഓക്കെ, നമുക്ക് തള്ളി ഇത് മണ്ട കയറ്റണം. സൗണ്ട് എഫക്റ്റ് കയറ്റണം. ഇത് അതുപോലെ ഉണ്ടല്ലേ, ഇത് ഫുള്ള് ഈ ആളുടെ തന്നെ നറേറ്റ് ചെയ്ത ആള് തന്നെ പുള്ളിയുടെ മൗത്ത് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കണ സൗണ്ട് എഫക്ട്സ് ആണ് കേട്ടോ. മൊത്തം ഇത് കേട്ടണ്. അത് പിന്നെ ഇത് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, തള്ളി മണ്ട കയറ്റ. ഓക്കെ, സാധനം തിരിച്ചെത്തി. ഓവർ അഗെയിൻ. ഓക്കെ, ഒരെണ്ണം കിട്ടിയിട്ടാ. ഇതിപ്പോൾ നമുക്ക് ഓവർ അഗെയിൻ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഓവർ അഗെയിൻ കിട്ടണം. അതെനിക്ക് തോന്നുന്നു ഇത് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ കിട്ടിയില്ലേ. അപ്പോൾ ഇനി ഇതാണെങ്കിൽ 2 2 4 1 5 പ്രാവശ്യം ഈ പാറക്കല്ല് മണ്ട തള്ളി കയറ്റി അത് കിട്ടുമെന്ന് തോന്നുന്നു. ഇതെന്താ 2 4 6 8 10 10 പ്രാവശ്യം ചെയ്താൽ അതും കിട്ടും കേട്ടാ. ഒന്നുകൂടെ തള്ളിയേക്കാം. ഓക്കെ, ഗോ ഗോ. ന്യൂ ഹാറ്റ് ഫോർ സിസിഫസ്. ഹാറ്റാണോടാ ഇത്? അവൻ ട്രാൻസിഷൻ ചെയ്തിട്ടോ. ട്രാൻസിഷൻ ചെയ്തിട്ട് പെണ്ണായെന്ന് തോന്നുന്നു. ഈ സമയത്തെ ഗെയിം തന്നെയാണ്. ദ ഗെയിം ഓഫ് 2025. തൊട്ട് നോക്കണമെന്നുണ്ടായിരുന്നു അതിൽ. ഓക്കെ, എന്താണ് കക്കൂസ് ഇരുന്നിട്ടാണോടാ വേവിന് തന്നെ എടുത്തേ സൗണ്ട് എടുത്തേ. എന്താണ് ഇവന്റെ മുഖത്ത്? നമ്മൾ ചെയ്തപ്പോലും പറ്റുകയാണ്. എടാ അതും ആ കൂടെ ഹാറ്റിന്റെ കൂടെ ഉണ്ടായിരുന്നോ? സ്ട്രോ ഹാറ്റ് ആയിരുന്നാ? വെൻസിനാട്ടോ. ഇനി നമുക്ക് അവന്റെ ഹാറ്റ് ഏതൊക്കെയാന്ന് നോക്കാം. എന്താണ് അടുത്ത സ്ഥലത്ത് എനിക്ക് തലയിരിക്കണ വെച്ചാല് എന്താണിത്? എന്താടാ അത് കളയണില്ല. അത് തൊട്ട് കഴിഞ്ഞാൽ താഴെ പോവും. അവൻ അതും കൊണ്ട് പണ്ടേ കയറട്ടെ. അതും കൂടെ ചുമക്കണം. ഇത് ഫാഷനായി. ഇത് കണ്ട, അത് നമുക്ക് വേണ്ട. അതേടെ കിട്ടി. ഓവർ അഗെയിൻ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു 5 പ്രാവശ്യം കൂടെ കാണിച്ചാൽ ചിലപ്പോൾ അടുത്ത് കിട്ടും കേട്ടോ. നമുക്ക് കുറച്ച് ഹാറ്റ് നോക്കാം. എടാ ഇതിന്റെ ഏലിയനാ തലയിൽ. ഇത് എന്താണ്? എടാ ഏലിയനാ എന്താണ്? എടാ അത് ഹാറ്റയിലല്ല തൊട്ടേ. ഹാറ്റയിലല്ല ഞാൻ തൊട്ടേ. കാലതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ പിന്നെ ഹാറ്റൊക്കെ ഉള്ളൂല്ലേ. നമ്മുടെ നാരായണത്ത് പറയാൻ രാജാവായിട്ടോ. എനിക്ക് ഇതിൻ്റെ എടാ അത് നമ്മളെവിടെ കൊള്ളിക്കാൻ വേണ്ടി തന്നെ ഒരു കാലം അവിടെ കൊണ്ട് വെക്കണേടാ. ഇവൻ നമ്മളെ ബെയിറ്റ് ചെയ്യുവാണ്. ബെയിറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇതെന്താണ്? മറ്റേ നമുക്ക് ഏതാണ്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞ്. എടാ ഇതാ ഗെയിമല്ലേ? അയ്യോ ഇതെനിക്കറിയില്ല. ഓക്കെ, എടാ അവിടെ. ഇതിങ്ങനെ കറക്കിയാൽ മതിയില്ലേ? എടാ ഇത് വേറൊന്നും ചെയ്യാം. വേറൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞപ്പോൾ ചമ്മി. ഇത് പാടാണ് കേട്ടോ. താഴെ പോലെ. സോ ഭാരത് ഗെയിമിംഗ് മാൻ. എടാ ഇത് ക്ലിക്ക് ചെയ്യണ്ടായിരുന്നല്ലേ? ഞാൻ ക്ലിക്ക് ചെയ്ത് പിടിച്ചോണ്ട് വലിയ ബലം പിടിച്ച് കാണിച്ചോണ്ടിരുന്നടാ. കയറി പോയി. ഇനി പാറന്താൻ പോവാന്ന് കണ്ടു. ഇവര് ഇതിൻ്റെ മണ്ടേ തന്നെ നോക്കും. നമ്മൾ തൊടുമ്പോൾ ഹാറ്റ് ഇളകി പോകാൻ വേണ്ടിയിട്ട്. ഈ ഹാറ്റൊക്കെ കാണുമ്പം എന്താണ് തോന്നണേന്നറിയാം? നമ്മുടെ മോഡേൺ ആർട്ട്. ഫാഷൻ ഷോ. അവിടെയൊക്കെ ഇങ്ങനെ മനുഷ്യന് ദഹിക്കാത്ത സാധനങ്ങളല്ലേ വെക്കണേ. ഓക്കെ, നമ്മുടെ നാരായണത്ത് പ്രാന്തന് ഡിഗ്രി കിട്ടിട്ടോ. ഷഡ്ഡി തല കവുത്തി വെച്ചേക്കണ്. എന്തൊക്കെയാ ചെറിയ കാണണ ഇതിനകത്ത്. അത് തല വെച്ചോ, കളയണില്ല. കിട്ടി. ഇനി ഇല്ലാടാ. രക്ഷപ്പെട്ടു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിക്കോ. നമ്മൾ ഈ ലെവലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ, നമ്മൾ വേറൊരു ലോകത്തെത്തിട്ടോ. റേസ്. ഓക്കെ, സോ വി ഹാവ് ടു ജംപ്.
എടാ ആദ്യം കണ്ട ഏലിയൻ. ഓക്കെ 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 ഓക്കെ. ഡയമണ്ട്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു. അതൊന്നും നോക്കിയാണ് കണ്ടിറങ്ങണ്ട. അതായത് നമ്മുടെ ട്രോളി UFO ഇവിടെ വെച്ചാല് എടാ ഇടിച്ചടാ ചത്തവരെ കണ്ടിരിക്കണ. ഫെയിലാകുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. ഇത് നമ്മുടെ ഡയമണ്ട്സിൻ്റെ നമ്മൾ തൂക്കി നോക്കണം എന്തോരം ഉണ്ടെന്ന്. അതാണ് നമ്മൾ കണ്ട നോട്ട് എ ഹീപ്പ് ആൻഡ് സീക്രട്ട് റൂം. അല്ല, സീക്രട്ട് റൂം വേറെ ഉണ്ട്. ഹീപ്പ് നോട്ട് എ ഹീപ്പ് അതാണ്. നമ്മളപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവർ ചെക്ക് ചെയ്യും. നമുക്കത് നോക്കാം. ഓക്കെ, വി ആർ ടെസ്റ്റിംഗ്. ഓഹോ, ഈ ലൈൻ്റെ മണ്ടയിൽ എത്ര അതിനുള്ളത് നമുക്ക് കിട്ടിക്കാണോ? ഇത്രയോ സ്ഥലമില്ലേ? ഇത് നമുക്ക് വേണമല്ലോ, നോട്ട് എ ഹീപ്പ് വേണമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. തോറ്റാലും ജയിച്ചു, ജയിച്ചാലും ജയിച്ചു. ഓക്കെ ഓക്കെ. ചെക്ക് വേറെ വേണം. ലെഫ്റ്റ് പോയി. ഇതെന്താണ്? ഗെയിം മാറിയിട്ട് യൂട്യൂബ് വീഡിയോയിലോട്ട് കയറിയോ? ലെഫ്റ്റ് കേക്ക് ഇവിടെ എത്തി. അല്ലാണ്ട് എങ്ങനെ എത്തി? ഇതാണ് നാരേറ്റർ. ഈ ഫുഡാണ് കേട്ടോ എന്നാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. So this may be the developer also. Yeah. There's really nothing to see here. It's just important recording room stuff. Seriously, go back, play the game, collect some diamonds. Yeah, collect some diamonds. Okay. This place is not a part of the adventure. പൊക്കോളാം. യാ, സീക്രട്ട് റൂം കിട്ടിട്ടോ. വേണ്ട പരിപാടിയായിരുന്നു. ഇനി നമുക്ക് ഡയമണ്ട്സ് മാക്സിമം കളക്ട് ചെയ്യണം. യാ, നമുക്ക് ജമ്പും ചെയ്യണം, ഡക്കും ചെയ്യണം. 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു ഡൈനോസർ, അടുത്ത ഡൈനോസർ ഉണ്ട്. അത് മീറ്റിയോറല്ലേ? ഓക്കെ, ട്രോളി. ഓക്കെ ഓക്കെ. ഡക്ക് ഏതാടാ? ഇതിപ്പോൾ കുറേ നേരമായിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയിട്ട്. ഐ തിങ്ക് വി മേ ഹാവ് റീച്ച്ഡ് ഇറ്റ്. യാ, ഓക്കെ, വി ഹാവ് ഡൈഡ് മാൻ. ഇന്നിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ, ഹീപ്പ് ഉണ്ടോന്ന്. സൗണ്ട് എഫക്റ്റ് ആണ് വെച്ചാൽ രക്ഷയില്ലാത്ത. ആടാ എത്ര ഉണ്ടെന്നാണ്. ഇത് കുറേ നേരമായിട്ടോ ഞാൻ ഓടാൻ തുടങ്ങിയിട്ട്. ഇതിനകത്ത് ഉണ്ടടാ ദേ. യെസ് ഒരു ഡയമണ്ട് മേളിൽ തന്നരുത്. സ്പ്രെഡായി പോയി. ഓടാ 2 മേളിലുണ്ട്. മേളിൽ സ്പ്രെഡ് ആകും കേട്ടോ. ഇല്ല എൻ്റെ മേളിൽ 1 എത്തിയാൽ മതിയായിരിക്കും അല്ലേ? ഓക്കെ. വി വൺ മൈ ബോയ്സ്. അവിടെ അന്നേരം പിന്നെ സ്പ്രെഡ് ആവുന്നു. നമുക്ക് made a heap. So we have completed that level also, man. Okay, so this is the next level. This is called Infinite Monkey. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏത് മങ്കിയാണ് പോലും ഇങ്ങനൊരു വാക്ക് കൊടുത്തേക്കണണ്ട. അപ്പോൾ റാൻഡമായിട്ട് ഇങ്ങനെ ഓരോ ലെറ്റർ ജനറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയില്ലേ, അതുപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് കിട്ടുമെന്നാണ് അവർ പറയണേ. സോ വി ഹാവ് ടു കീപ് ടാപ്പിംഗ്. ടിങ്. ഏത് കുരങ്ങനും പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പറ്റണമല്ലോ. വോയിസ് ഓട്ടോ ക്ലിക്കർ ഉണ്ടോ? വി ഗാട്ടോ. ഓയും കിട്ടി, എൻഡും കിട്ടി. ഓക്കെ, ദാറ്റ് വാസ് ഫാസ്റ്റ്. കെ കിട്ടിടാ. ഫോറിനറോ. ഓക്കെ, ഇ വൈ ഓട്ട അടിയടാ. ഓട്ടോ ക്ലിക്കർ വേണം കേട്ടോ. ഈയും കിട്ടി. ഓക്കെ, ജസ്റ്റ് 1 more letter boys. യെസ് ഗുഡ് മങ്കിന്നോ ആർക്കട്ടെ നമ്മക്കട്ടാണ്. 1 more time, ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം അല്ലേ? ബിഗ് ബനാന നോട്ടി. ഓക്കെ മങ്കി പണി എടുത്തോട്ടെ. നമുക്ക് ഓട്ടോ ക്ലിക്കർ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ നോട്ട് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. ഡിസ്കണക്റ്റഡ്. ഓക്കെ വി ഹാവ് ഗോട്ട് നോട്ടി. വി ബിക്കം നോട്ടി ബോയ്സ്. നോട്ടി. ദാറ്റ്സ് ദിസ് ബനാന അല്ലേ? ഓക്കെ, CD. ദിസ് ഈസ് ട്രിപ്ലെക്സ് ബനാന എന്ന് കാണിച്ചല്ലേ? നേരെ ഇതിനകത്തില്ല. ഓക്കെ, 2 ബനാന ചേർന്നിട്ട് വലിയ ബനാന ഉണ്ടാവും. ബനാന എവിടെയെന്നാ കിട്ടണേ? ഇത് കുത്തണ. തിരിച്ച് പ്ലഗ് ചെയ്യണം. നമ്മൾ ഊരിയിട്ടേക്കല്ലേ. ഓ ഷിറ്റ്. ഇത് ഇതിൻ്റെ ആണ്, ക്ലിക്കറിൻ്റെ ആണ്. തുടങ്ങി. ഓക്കെ, 1 more time. അടുത്ത അച്ചീവ്മെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് കേട്ടോ. എനിക്ക് ബിഗ് ബനാന, വലിയ വാഴപ്പഴം. യെസ്
സ്മോള് അയ്യോ ഓക്കെ 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 ഡബിൾ എക്സൽ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മളിതാണ് ഇതുണ്ട് സ്മോള് വീഴുന്നു, സ്മോളും ചേർന്ന് മീഡിയം, മീഡിയം ലാർജ്, ലാർജും ചേർന്നിട്ട് എക്സൽ, അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. നമുക്ക് ഇതിനകത്ത് ആവശ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബനാന എന്ന് പറയുമ്പോൾ ഇത് എത്ര എക്സാടാ? 4 എക്സൽ. അപ്പം 4 എക്സൽ, അതിനെന്ത് എക്സലാണെന്ന് പറയണേ? എനിക്ക് പറയാൻ അറിയാവുന്ന ട്രിപ്പിൾ എക്സൽ വരെ ഉള്ളൂ. അതൊക്കെ അറിയാവുന്നതല്ലോണ്ട് പറയട്ടെ അത് എന്ത് എക്സലാണ്. പിന്നെ 1 മോർ ടൈം കിട്ടിയിട്ടുണ്ട്. അതുപോലുള്ള നമ്മുടെ ഡിസ്കവറി എടുത്തടാ. ഡിസ്കവറി വെച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു ബനാനയും കൂടെ കിട്ടണ്ടേ? ബനാന ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര അംഗം നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കിട്ടി ബിഗ് ബനാന. അത് എന്നിട്ട് എടുത്തോണ്ട് പോയ വലിയ കുരങ്ങൻ. അത് നമ്മുടെ ഈ കുരങ്ങന്റെ തന്നെ ബാക്കിയാണോ ആ കൈ കണ്ടേ? തീർന്നടാ ഇനി ടൈപ്പ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അവൻ്റെ ശല്യം തീർന്നു. നറേറ്ററിനെ ഓടിക്കണം കേട്ടോ, സമാധാനമില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, ദ ഫൺ ലെവൽസ് ആർ ഓവർ. ഇനിയിപ്പോൾ ഇതൊക്കെയാണുള്ളത്. അത് വലിയ ഫണ്ണല്ലാന്ന് തോന്നുന്നു. നമ്മുടെ കേട്ടറിവ് വെച്ചിട്ട് ഇത്രയും ലെവൽസാണ്, ഈ ലെവലല്ല കേട്ടോ, ഇത്രയും ലെവൽസാണ് ഫണ്ണ്. അപ്പോൾ ഓക്കെ മച്ചന്മാരെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ. സി യു. ഓക്കെ, ഞാൻ പോണു. ഓക്കെ, ശരിക്കും പോണു. ടാറ്റാ.